ഹായ് ഓൾ, ഇൻക്രെഡിബിൾ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും കമ്മ്യൂണിക്കേഷനിൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള സെറ്റ് ഓഫ് സെൻറ്റൻസസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് നല്ല പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസം നിലനിർത്തുക. ശുഭാപ്തി വിശ്വാസം എന്താണ്? എല്ലാം നല്ലത്, നന്നായി സംഭവിക്കും, നന്നായേ വരുള്ളൂ, ഒന്നും മോശമാവില്ല, അങ്ങനെയുള്ള ശുഭപ്രതീക്ഷകളുള്ളവരെ നമ്മൾ ശുഭാപ്തി വിശ്വാസികൾ എന്ന് പറയും. അപ്പോൾ ശുഭാപ്തി വിശ്വാസം പുലർത്തുക എന്ന് പറയുമ്പോൾ ബി ഒപ്റ്റിമിസ്റ്റിക് ഇൻ ലൈഫ്. എന്താണ് നമ്മുടെ വേർഡ്? ഒപ്റ്റിമിസ്റ്റിക്. അപ്പം അതിനെക്കുറിച്ച് പറയുമ്പം ഒപ്റ്റിമിസം, ഒപ്റ്റിമിസ്റ്റിക്. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം, ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസിയാണ്. ബി ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുമ്പോൾ ശുഭാപ്തി വിശ്വാസം നിലനിർത്തുക. അപ്പോൾ അവൻ ഒപ്റ്റിമിസ്റ്റിക് ആണ്, അല്ലെ, അവൻ ശുഭാപ്തി വിശ്വാസിയാണ്, അവനെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്, എല്ലാം നന്നായി സംഭവിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഹി ഈസ് ഒപ്റ്റിമിസ്റ്റിക്. സ്റ്റിക്ക് എന്ന് വേണം, ഒപ്റ്റിമിസ്റ്റിക്. അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം എന്ന് മാത്രം പറയാനാണെങ്കിൽ ദാറ്റ് ഈസ് ഒപ്റ്റിമിസം. അതാണ് നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ്. ഓക്കെ, നെക്സ്റ്റ്, സത്യസന്ധരായിരിക്കുക. അല്ലെ, എല്ലാവരും നമ്മൾ ഉപദേശിക്കും എപ്പോഴും സത്യസന്ധത പുലർത്തുക, ജീവിതത്തിൽ സത്യസന്ധരായിരിക്കുക. അപ്പോൾ സത്യസന്ധരായിരിക്കുക എന്ത് പറയാം നമുക്ക്? ഓൾവേസ് ബി ട്രൂത്ത്ഫുൾ. ട്രൂത്ത്ഫുൾ എന്നുള്ള വേർഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വേറൊരു വേർഡ് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡ് ഉണ്ട്. എന്താണത്? ഹോണസ്റ്റ്. ഹീ ഈസ് ഹോണസ്റ്റ്. ഹീ ഈസ് ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ സത്യസന്ധനാണ്, അങ്ങനെയും പറയാം. അപ്പോൾ ഇത് നമ്മൾ സത്യസന്ധരായിരിക്കുക എങ്ങനെ നമുക്ക് പറയാം? ഓൾവേസ് ബി ട്രൂത്ത്ഫുൾ. ഓക്കെ, നെക്സ്റ്റ്, എടുത്തുചാട്ടം ഒഴിവാക്കുക. എപ്പോഴും നമ്മൾ പറയണം അല്ലേ, എടുത്തു ചാടരുത്, ചിന്തിച്ചേ പ്രവർത്തിക്കാവുള്ളൂ, ശ്രദ്ധിച്ചേ പ്രവർത്തിക്കാവുള്ളൂ, ചെയ്യുന്നതിന് മുമ്പൊന്ന് വാച്ച് ചെയ്യൂ, ശ്രദ്ധിക്കൂ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പറയാം നമുക്ക്? തിങ്ക് ബിഫോർ യു ലീപ്പ് ഓർ ലുക്ക് ബിഫോർ യു ലീപ്പ്. ലീപ്പ് ചാടുക. ഓക്കെ, അപ്പം ചാടിപ്പോവുക. തിങ്ക് ബിഫോർ യു ലീപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ലുക്ക് ബിഫോർ യു ലീപ്പ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ്. എന്തൊക്കെയായിരുന്നു? ബി ഒപ്റ്റിമിസ്റ്റിക് ഇൻ ലൈഫ്, ശുഭാപ്തി വിശ്വാസം നിലനിർത്തുക അല്ലെങ്കിൽ പുലർത്തുക. സത്യസന്ധരായിരിക്കുക, ഓൾവേസ് ബി ട്രൂത്ത്ഫുൾ, അവൻ സത്യസന്ധനാണ്, ഹി ഈസ് ഹോണസ്റ്റ്. എടുത്തുചാട്ടം ഒഴിവാക്കുക, തിങ്ക് ഓർ ലുക്ക് ബിഫോർ യു ലീപ്പ്. അത് അവഗണിക്കരുത്, അത് ശ്രദ്ധിക്കാതിരിക്കരുത്, അത് അവഗണിച്ച് കളയരുത്, അവഗണിക്കരുത്. അപ്പം കിട്ടുന്ന ഒരു അവസരം അത് അവഗണിക്കരുത്. എങ്ങനെ പറയും? ഡോണ്ട് നിഗ്ലക്റ്റ് ഇറ്റ്. അവഗണിക്കുക, നിഗ്ലക്റ്റ്. ദയവായി നീങ്ങിയിരിക്കാമോ, ദയവായി നീങ്ങിയിരിക്കാമോ. എങ്ങനെ ചോദിക്കും? കുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ ബിറ്റ്. ദയവായി നീങ്ങിയിരിക്കാമോ, കുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ ബിറ്റ്, മൂവ് എ ലിറ്റിൽ ബിറ്റ്. ഓക്കെ, ഇനി എനിക്കൊരു സഹായം ചെയ്തു തരാമോ, എനിക്കൊരു സഹായം ചെയ്തു തരുമോ, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞ എന്തൊക്കെയാണ്? അത് അവഗണിക്കരുത്, ഡോണ്ട് നിഗ്ലക്റ്റ് ഇറ്റ്. ദയവായി നീങ്ങിയിരിക്കാമോ, ദയവായി എന്ന് വന്നതുകൊണ്ട് നമ്മൾ പ്ലീസ് യൂസ് ചെയ്തു. ദയവായി നീങ്ങിയിരിക്കാമോ, കുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ ബിറ്റ്. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് വെച്ചാൽ എന്നെ ഒന്ന് സഹായിക്കാമോ. എന്നെ കളിയാക്കരുതേ, കളിയാക്കരുതേ. പ്ലീസ് ഡു നോട്ട് ടീസ് മീ. പ്ലീസ് ഡു നോട്ട് ടീസ്. വേർഡ് ഏതാണ്? ടീസ്, TEASE, ടീസ്, കളിയാക്കരുതേ, ടീസ്. പ്ലീസ് ഡു നോട്ട് ടീസ് മീ. ആരെയും വില കുറച്ച് കാണരുത്. നമ്മൾ ആരെക്കുറിച്ചും അവരെ കൊണ്ട് പറ്റില്ല ആ രീതിയിൽ കാണരുത്, അതാണ് വില കുറച്ച് കാണുക. ആരെയും വില കുറച്ച് കാണരുത്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എനി വൺ. നമ്മുടെ വേർഡ് ഏതാണ്? അണ്ടർ എസ്റ്റിമേറ്റ്. വില കുറച്ച് കാണരുത്, വില കുറയ്ക്കുക, അണ്ടർ എസ്റ്റിമേറ്റ്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എനി വൺ. എന്നെ വില കുറച്ച് കാണരുത്, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മീ. ഓക്കെ, ഇനി അടുത്തത്, എന്നെ തരം താഴ്ത്തരുത്. തരം താഴ്ത്തി സംസാരിക്കുക, എന്നെ നികൃഷ്ടമായി കണ്ട് സംസാരിക്കുക. അപ്പം വില കുറച്ച് കാണുക, തരം താഴ്ത്തരുതൊക്കെ ഏകദേശം ഒരുപോലെ വരുന്നതാണ്. അപ്പം ഇവിടെ തരം താഴ്ത്തി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ
ഇല്ലാണ്ടാക്കുക, പറഞ്ഞ ആളെ ഇല്ലാണ്ടാക്കുക. മറ്റ് അണ്ടർ എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പം അവനതിനുള്ള കഴിവില്ല. ആളെ കണ്ടിട്ട് നമ്മളൊരു പ്രിജുഡിസ് മൈൻഡോട് കൂടി, ഇതൊരു മുൻകൂട്ടി നമ്മൾ പറയണം, കണ്ടിട്ട് വലിയ കഴിവുണ്ടെന്ന് തോന്നുന്നില്ല, അതാണ് എന്താണ് നമ്മൾ വില കുറച്ച് കാണുന്നത്. പക്ഷെ തരം താഴ്ത്തരുതെന്ന് പറഞ്ഞാൽ മോശമായി സംസാരിക്കുക, നികൃഷ്ടമായിട്ട് കാണുക. അതിനെന്ത് യൂസ് ചെയ്യും? ബിലിറ്റിൽ. അതിൻ്റെ വേർഡ് എന്താണ്? ബിലിറ്റിൽ. BELITTLE, ബിലിറ്റിൽ. ഇവിടെ പറഞ്ഞത് അണ്ടർ എസ്റ്റിമേറ്റ്, വില കുറച്ച് കാണുക. ബിലിറ്റിൽ എന്ന് പറഞ്ഞാൽ തരം താഴ്ത്തുക. പിന്നെ ഇവിടെ നമ്മൾ ടീസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തു, കളിയാക്കരുതേ എന്നുള്ളതിന് ടീസ് യൂസ് ചെയ്തു. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേറൊരു വേർഡ് എന്താണ്? റിഡിക്യൂൾ. അനദർ വേർഡ് ഈസ് ദേർ, ദറ്റ് ഈസ് റിഡിക്യൂൾ. റിഡിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹസിക്കുക എന്നാണ് അർത്ഥം. റിഡിക്യൂൾ, RIDICULE. റിഡിക്യൂൾ എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക. എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. പരിഹസിക്കുക, കളിയാക്കുക പോലെ തന്നെയാണ് പരിഹസിക്കുക. അപ്പം എന്നെ കളിയാക്കരുതേ, പ്ലീസ് ഡോണ്ട് ടീസ് മീ. ആരെയും വില കുറച്ച് കാണരുത്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എനി വൺ. ആരെയും ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എനി വൺ. എന്നെ തരം താഴ്ത്തരുത്, അല്ലെങ്കിൽ എന്നെ നികൃഷ്ടമായിട്ട് കാണരുത്. ഡോണ്ട് ബിലിറ്റിൽ മീ. ബിലിറ്റിൽ. സെറ്റ്. പക്ഷപാതം ഒഴിവാക്കുക, പക്ഷം പിടിച്ച് സംസാരിക്കുന്നത് ഒഴിവാക്കുക. അവോയ്ഡ് പാർഷ്യാലിറ്റി. പക്ഷപാതത്തിൻ്റെ വേർഡ് എന്താണ്? പാർഷ്യൽ, പാർഷ്യാലിറ്റി. മുൻവിധിയോടുകൂടി ചെയ്യരുത്. ഒരു കാര്യവും നേരത്തെ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ച് ചെയ്യരുത്. മുൻവിധി പാടില്ല. ഡോണ്ട് ഡു ഇറ്റ് വിത്ത് പ്രിജുഡിസ്, അല്ലെങ്കിൽ ഡോണ്ട് ഡു ഇറ്റ് വിത്ത് എ പ്രിജുഡിസ്ഡ് മൈൻഡ് എന്നും പറയും. ഇനി അവൻ എന്നെ വഞ്ചിച്ചു, ചതിച്ചു. ഹി ചീറ്റഡ് മീ. ഹി ചീറ്റഡ് മീ. The last set, he is trustworthy. Trustworthy person. A trustworthy person. എന്താണ് ട്രസ്റ്റ്വർത്തി എന്ന് പറഞ്ഞാൽ? വിശ്വാസയോഗ്യത. വിശ്വാസയോഗ്യതയാണ് ട്രസ്റ്റ്വർത്തി. അപ്പോൾ അവൻ വിശ്വാസയോഗ്യനാണ് എന്ന് പറയാനായിട്ട് ഹി ഈസ് ട്രസ്റ്റ്വർത്തി എന്ന് നമുക്ക് പറയാം. ഈസ് എ ട്രസ്റ്റ്വർത്തി പേഴ്സൺ, ഈസ് ട്രസ്റ്റ്വർത്തി. അടുത്തത്, അവനെ ആശ്രയിക്കാവുന്നതാണ്. അവനെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരാളാണ്. എന്ത് പറയും? ഡിപ്പെൻഡബിൾ. ഹി ഈസ് ഡിപ്പെൻഡബിൾ. അവനെ ആശ്രയിക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സെറ്റ് ഓഫ് സെൻറ്റൻസസ്. ഇതിന് തൊട്ട് പുറകെയുള്ള വീഡിയോയിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ വൊക്കാബാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൊക്കാബുലറി മാത്രം. ഓരോ വേർഡിൻ്റെയും മലയാളം മീനിങ് നമ്മൾ അറിഞ്ഞോ അറിയാതെ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറേ വേർഡ്സ്, ഒരു 100 വേർഡ്സ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.